സൈക്കിളെടുത്ത് ഗ്ലാഡിയേറ്റർ കാണാൻ മൈ സിനിമാസ് റെഡ് കാർപ്പറ്റ് കരിയാടിയിലേക്ക് പോവാണ്. ഉച്ചഭക്ഷണം കഴിഞ്ഞ് ഒരു 2 മണിയായപ്പോൾ സൈക്കിളെടുത്ത് ഞാൻ ചുമ്മാ ഒരു 5 കിലോമീറ്റർ ചവിട്ടി വീട്ടിലെത്തിയപ്പോൾ ഏകദേശം ഒരു 3 മണിയായി. 3 മണിക്ക് വന്ന് വെറുതെ സെറ്റിലിരിക്കുമ്പോഴാണ് ഗ്ലാഡിയേറ്റർ സിനിമയുടെ റിവ്യൂ കാണുന്നത്. അങ്ങനെ പടം ഗംഭീരമാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ടിക്കറ്റ് നോക്കി. ഉച്ച കഴിഞ്ഞ് പിന്നെ ഫ്രീ ആണ്, വലിയ തിരക്കുള്ള പണിയില്ലാത്ത കാരണം ടിക്കറ്റ് നോക്കി കഴിഞ്ഞപ്പോൾ 4:20 ഷോ. അപ്പോൾ ഏകദേശം സമയം 3:30 3:45 അടുത്തായി. പിന്നെ പെട്ടെന്നൊന്നും നോക്കിയില്ല, പെട്ടെന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ബാഗും സൈക്കിളും എടുത്ത് നേരെ ഇറങ്ങി. ഏകദേശം അരമണിക്കൂർ കൊണ്ട് അവിടെ എത്തണം. അതുകൊണ്ട് സൈക്കിളുമ്മ കയറി ഇരുന്ന് നല്ല സ്പീഡിലാണ് ചവിട്ട് തുടങ്ങണത്, തന്നെ നല്ല സ്പീഡിലാണ്. 30 km/h പിടിച്ചാലാണ് നമുക്ക് അരമണിക്കൂറിൽ അവിടെ എത്താൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് ഡ്രസ്സൊക്കെ മാറാൻ എടുക്കും. എന്തൊക്കെയായാലും കൃത്യസമയത്തിന് എത്താൻ ബുദ്ധിമുട്ടാണെന്നറിയാം, എന്നാലും നല്ല സ്പീഡിലാണ് പോകണേ. ഇതിപ്പോൾ ഒരു 27-ലാണ് ഞാൻ പോണത്. പിന്നെ ക്യാമറയിൽ വീഡിയോ എടുക്കണ കാരണം കൊണ്ട് അല്പം സ്ലോ ആയിരിക്കും. പൊതുവേ ഇങ്ങനെ സ്പ്രിൻ്റ് പോകുമ്പോൾ ഒരു 30 നോർമൽ പിടിക്കാൻ പറ്റാറുണ്ട്. അപ്പോൾ ക്യാമറ ഇല്ലാണ്ടാണെങ്കിൽ ഒരു 32 എൻ്റെ ഒരു പേഴ്സണൽ റെക്കോർഡ് എനിക്ക് വെട്ടിക്കാൻ പറ്റിയത്. അങ്ങനെ ഇങ്ങനെ പോവാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ 2 പ്രാവശ്യമാണ് ആകെ ഗിയർ ഷിഫ്റ്റ് ചെയ്തുള്ളൂ. സ്ഥിരം പോണ വഴിയായതുകൊണ്ട് എവിടെയൊക്കെ സ്പീഡ് കുറയ്ക്കണം, എവിടെയൊക്കെ ബ്ലോക്ക് ഉണ്ടാവും, ഗട്ടർ എവിടെയുണ്ട്, ഇതൊക്കെ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അതനുസരിച്ച് അല്പം സ്പീഡ് കുറയ്ക്കുമ്പോൾ ചെറിയൊരു റിലാക്സേഷൻ കിട്ടും. പിന്നെ 1-2 ജംഗ്ഷൻ ഉണ്ട്. ഒന്ന് തുറവൂർ ജംഗ്ഷൻ ഉണ്ട്, പിന്നെ അങ്കമാലി ജംഗ്ഷനും, പിന്നെ കരിയാട് സിഗ്നലും ഉണ്ട്. ഇത് 3 മാത്രമാണ് നമ്മുടെ സമയം കുറച്ച് പോണ ഏരിയ. അപ്പോൾ അത് മുന്നിൽ കണ്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്താണ് സ്പീഡും കാര്യങ്ങളൊക്കെ പോണത്. ഏകദേശം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു 2.5 കിലോമീറ്ററായി. ഇത് ഒറ്റ സ്ട്രെച്ചിലാണ് പോണത്. ഇടയ്ക്ക് വെള്ളമൊന്നും കുടിക്കണില്ല. നേരെ തിയേറ്ററിൽ ചെല്ലുക, അവിടെ ചെന്നിട്ടാണ് ബാക്കി എല്ലാ കാര്യങ്ങളും. I'm dreaming in dreams bigger than me, taking my time, giving to me, paint my life into a masterpiece, coloring it how I want it to be, won't stop till I see what I want to see. I'm picking up books to get inside the heads of the ones who happen to life instead of it happening to them. I wonder if I'll make a difference like that, even if it don't happen fast. Ooh.
ഞാൻ വിചാരിച്ച പോലെ തന്നെ എത്താറായി തിയേറ്ററിൽ. അല്പം നേരത്തെയാണ് വിചാരിച്ചതിനേക്കാൾ എത്തി. 4:15 തിയേറ്ററിലെത്തി. ഞാൻ 4:20-25 ആവുന്ന വിചാരിച്ചത്. ആവറേജ് സ്പീഡ് 30 km/h തന്നെ ചവിട്ടിയതുകൊണ്ടാണ് അരമണിക്കൂറിൻ്റെ ഇവിടെ എത്തിയത്. 12.5 കിലോമീറ്റർ ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടം വരെ എത്താനായിട്ട്. അങ്ങനെ നേരെ സിനിമാ തിയേറ്ററിൻ്റെ അകത്തേക്ക് കയറി ടിക്കറ്റ് കൗണ്ടറിൽ ചെന്ന് ടിക്കറ്റ് എടുത്ത് നേരെ വാഷ്റൂമിലേക്ക് പോയി. വാഷ്റൂമിൽ ചെന്ന് ഡ്രസ്സ് മാറിയില്ലെങ്കിലുള്ള എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡ്രസ്സ് നല്ല വേർത്തിരിക്കണ കാരണം നല്ല മണം ഉണ്ടാവുകയും ചെയ്യും. പിന്നെ നമ്മൾ എ സിയിലിരിക്കുമ്പോൾ തണുക്കുകയും ചെയ്യും. ഞാനെപ്പോഴും ഒരു കോളറുള്ള ടീഷർട്ടും പിന്നെ ഒരു സിംഗിൾ വൈറ്റ് മുണ്ടാണ് കൊണ്ടുപോകാറ്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. പിന്നെ രണ്ടാമത് നമുക്ക് ഷൂസ് ഇട്ടേണത് കൊണ്ട് ഈ ഷൂ ഊരി ഷോർട്ട്സ് ഊരി പാൻറ്റ് അല്ലെങ്കിൽ ജീൻസ് ഇടൽ വലിയ പാടാണ്. അപ്പം മുണ്ടാണെങ്കിൽ നേരെ എടുത്താൽ മതി. ആ ഷോർട്ട്സിൻ്റെ മീത എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ല. പിന്നെ ഷൂ ഊരണ്ട, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ നേരെ പടം തുടങ്ങി. പടം ഫസ്റ്റ് ഹാഫ് തീരണേന് ഇപ്പോൾ ഞാൻ ഇറങ്ങി കൊക്കക്കോള മേടിച്ചു. കാര്യം ഭയങ്കര വെള്ളം കാര്യം തിരക്ക് പിടിച്ച് വന്ന പറഞ്ഞിട്ട് വെള്ളവുമില്ല. അങ്ങനെ പിന്നെ ഇൻ്റർവെല്ലിന് ഇറങ്ങിയിട്ട് തിയേറ്റർ മൊത്തം ഒന്ന് നോക്കി. ഞാനിവിടെ മുമ്പും വന്നിട്ടുണ്ടെങ്കിലും മുൻപ് ഇത് കാർണിവൽ സിനിമാസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് മാറി. ഇപ്പോൾ എന്താണെന്നറിയില്ല, അവർ മറ്റേ സീറ്റൊന്നും വർക്ക് ചെയ്യണ്ടായിരുന്നില്ല, പുഷ് ബാക്ക് സീറ്റ്. ഞാൻ പിന്നെ ആ സീറ്റെല്ലാം എടുത്തത്. ഞാൻ സാധാ സീറ്റ് എടുത്തിട്ട് മുകളിൽ സീറ്റ് കാലിയായിരുന്നു VIP സീറ്റിൽ പോയി ഇരിക്കുകയായിരുന്നു ചെയ്തത്. അങ്ങനെ ഇൻ്റർവെല്ലിന് ഞാനൊന്നും മേടിച്ചില്ല. കാര്യം എന്ന് വെച്ചാൽ എല്ലാ സാധനവും റേറ്റ് കൂടുതലായിരിക്കും. പിന്നെ ഞാൻ വിചാരിച്ചു പടം കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തെങ്കിലും കാര്യമായിട്ട് കഴിക്കാമെന്നുള്ള രീതിയിൽ ഒന്നും മേടിച്ചില്ല. പടം കണ്ട് കഴിഞ്ഞിറങ്ങി സമയം രാത്രിയായി. അപ്പോൾ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഷവർമ കഴിക്കണോ അല്ലെങ്കിൽ കുഴിമന്തി കഴിക്കണോ കപ്പയും പൂട്ടിയും കഴിക്കണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തിട്ട് അവസാനം കപ്പയും പൂട്ടിയും കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഈ ഭാഗത്ത് 1-2 തട്ടുകട എനിക്കറിയാം. അപ്പോൾ വേറെ ഏതെങ്കിലും തട്ടുകട ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ഗഫൂർ ഖാൻ്റെ തട്ടുകട എന്ന് പറഞ്ഞൊരു തട്ടുകടയുണ്ട്. അതിൻ്റെ ഗൂഗിൾ മാപ്പിലാണ് നോക്കിയത്. അങ്ങനെ അതിൻ്റെ ലൊക്കേഷൻ ഇട്ട് ഒരു 2 കിലോമീറ്റർ അപ്പുറത്തായിരുന്നു കേട്ടോ ഗൈസ്. അങ്ങനെ അവിടെ അങ്ങോട്ടേക്കുള്ള യാത്രയാണ്. ഇടയ്ക്കൊരു പള്ളിയിൽ കയറി വെള്ളം കളക്ട് ചെയ്യാമെന്ന് വിചാരിച്ച് പള്ളി കയറിയതാണ്. പക്ഷേ അവിടെ വെള്ളമില്ല. വെള്ളം ഞാൻ കണ്ടില്ല. വെള്ളം ഉണ്ടാവും പള്ളിയിൽ, എല്ലാ പള്ളിയിലും വെള്ളം ഉണ്ടാവും. പക്ഷേ ഞാൻ രാത്രി ആയതുകൊണ്ട് പിന്നെ മൊത്തം കറങ്ങി നോക്കിയില്ല. പിന്നെ തട്ടുകടയിൽ ചെന്നിട്ട് അവിടെ നിന്ന് വെള്ളം എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അവിടെ നിന്ന് പള്ളിയിൽ കയറി വെള്ളം നോക്കി തിരിച്ചിറങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 2 കിലോമീറ്റർ ആയി. പക്ഷേ കട എത്തിയില്ല. അപ്പോഴേ എനിക്ക് ചെറിയൊരു ഡൗട്ട് അടിച്ചായിരുന്നു ഈ സംഭവം കട ഉള്ളതാണോ കട ഇല്ലാത്തതാണോ. ഈ ഗൂഗിൾ മാപ്പിൽ നോക്കി കഴിഞ്ഞാൽ ചിലത് കൃത്യമായിട്ട് കാണിക്കുകയില്ല, ചിലത് അടച്ചു പോയതായിരിക്കും.
ഊട്ടി പോയതായിരിക്കും. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഒരു 1-2 ജംഗ്ഷൻ കൂടി കഴിഞ്ഞ് റൈറ്റ് കാണിച്ച് ഒരു ഉൾവഴിയിലേക്ക് കാണിച്ച്. അപ്പോഴേ എനിക്കൊരു സംശയം ഉണ്ടായെങ്കിലും പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് നേരെ ഉൾവഴിക്ക് കയറി പിന്നെ കറക്കം തന്നെ കറക്കം. അത് ഉൾവഴിയിൽ ഏകദേശം ഒരു 5 കിലോമീറ്റർ ചവിട്ടി, എന്നിട്ടും കട കണ്ടെത്താൻ പറ്റില്ല. ഏറ്റവും അവസാനം എനിക്ക് മനസ്സിലായി സംഭവം എന്തോ പറ്റിയിട്ടുണ്ടെന്നുള്ള രീതിയിൽ മനസ്സിലായിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അങ്ങനെ ഉൾവഴിയിലൊരു പള്ളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വീടുകളൊക്കെ പ്രാർത്ഥനയുടെ സമയമായതുകൊണ്ട് പ്രാർത്ഥന കേൾക്കുന്നുണ്ടായിരുന്നു വീടുകളിൽ നിന്നൊക്കെ. അവിടെ നിന്ന് നേരെ മെയിൻ വഴിയിലേക്ക് കയറി. പിന്നെ എനിക്കറിയാവുന്ന വഴിയായിരുന്നു, ഞാൻ പഠിച്ച കോളേജ് ഈ വഴിക്കാണ്. അങ്ങനെ അവിടെ നിന്ന് പതുക്കെ അങ്ങനെ കപ്പയും പൂട്ടി ഏകദേശം ഞാൻ ഉപേക്ഷിച്ചു. എന്നാൽ പിന്നെ ഇനി വേണ്ടാന്ന് വിചാരിച്ച് വേറെ കടയൊന്നും അന്വേഷിച്ചില്ല. പിന്നെ വീട്ടിലേക്ക് പോരാന്നുള്ള രീതിയിൽ അങ്ങനെ ഇറങ്ങി. കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഉച്ചയ്ക്ക് ഭക്ഷണം കൊണ്ടുപോകാൻ മറക്കണ ദിവസം, അല്ലെങ്കിൽ തിരക്ക് പിടിച്ച് പോണ ദിവസം, ഉച്ചയ്ക്ക് വന്ന് ഭക്ഷണം കഴിക്കുന്നത് ഈ സൈഡിലെ കടകളിൽ നിന്നാണ്. ഇവിടെ 1-2 കടകളുണ്ട്. അപ്പോൾ അവിടെ വന്ന് ചായ കുടിക്കും, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കഞ്ഞി കുടിക്കും. അങ്ങനെയായിരുന്നു കോളേജിലായിരുന്ന സമയത്ത്. അപ്പോൾ ഇത് ശരിക്കും ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് കേട്ടോ. ഈ കോളേജ് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന കോളേജാണ്. ഡിസ്റ്റിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ഈ ഇൻഡസ്ട്രിയൽ ഏരിയ ആയതുകൊണ്ട് വഴിയൊക്കെ നല്ല വലിയ വഴിയാണ്. പിന്നെ ഇത് അങ്കമാലിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പറവൂർക്ക് പോകണ ഒരു മെയിൻ വഴിയും കൂടിയാണ് ഇത്. അങ്ങനെ സൗത്ത് അങ്കമാലി എത്തി. അവിടുന്ന് നേരെ വീട്ടിലേക്ക്, കരയാമ്പറമ്പത്ത് നേരെ വീട്ടിലേക്ക്. അങ്ങനെ കരയാമ്പറമ്പ് തിരിഞ്ഞ് പിന്നെ ഒരു 6 കിലോമീറ്റർ എൻ്റെ വീട്ടിലേക്കുള്ളൂ. അപ്പോൾ ഓൺ ദ വേയിൽ ഒരു തട്ടുകടയുണ്ട്, വർഗീസ് ഏട്ടൻ്റെ തട്ടുകട. ഞാൻ സ്ഥിരം അവിടെ നിന്ന് കഴിക്കാറുള്ളതാണ്. അപ്പോൾ ഞാൻ ആ കരയാമ്പറമ്പ് എത്തിയപ്പോഴേ എന്തായാലും ഇത്തിരി കഴിച്ചാലോ എന്നുള്ളൊരു ആലോചനയിൽ
എന്നാൽ പിന്നെ കപ്പയും പൊടി ഒരെണ്ണം കഴിക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ കട എത്തി. കടയിൽ തിരക്കുണ്ടായില്ല. ഈ കട ശരിക്കും റീസറിൻ്റെ കട നാഷണൽ ഹൈവേയുടെ സൈഡിൽ തന്നെയായിരുന്നു. പുള്ളി പിന്നെ പ്രായമായി കഴിഞ്ഞപ്പോൾ വീടിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയൊരു ഷെഡ് ഉണ്ടാക്കിയിട്ട് ഒരു മുറി ഉണ്ടാക്കിയിട്ട് മുറിയിലാണ് ഇപ്പോൾ കച്ചവടം കാര്യങ്ങളൊക്കെ. ഏകദേശം കടയിൽ 20 മിനിറ്റ് പോവും കപ്പയും പൊട്ടിയും കഴിക്കാനായിട്ട്. അതുകൊണ്ട് ടെയിൽ ലൈറ്റും ടോർച്ച് ലൈറ്റും ഒക്കെ ഓഫ് ചെയ്തു. എൻ്റെ കയ്യിൽ 2 ടോർച്ച് ലൈറ്റ് ഉണ്ട്. രണ്ടും കൂടി 5 മണിക്കൂർ കിട്ടും. നാഷണൽ ഹൈവേയിലൊക്കെ ആയതുകൊണ്ട് ഞാൻ ഒരെണ്ണം മറ്റേ ടൈമിൽ ഉപയോഗിക്കാറുള്ളൂ. കപ്പയും പൊട്ടിയും കഴിച്ചതിന് ശേഷം നേരെ കൂട്ടുകാരുടെ വീട്ടിൽ പോയി കുറച്ച് നേരം വർത്താനം പറഞ്ഞിരുന്നു. അവിടെ ചെന്നപ്പോൾ കുറച്ച് ബംബ്ലോസ് നാരങ്ങയും കിട്ടി. അത് കഴിഞ്ഞ് അതും കഴിച്ച് നേരെ വീട്ടിലേക്ക് പോയി.